ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്കാരത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ഇങ്ങനെ ശിഷ്യന്മാരോട് നിയമജ്ഞരെയും ഫരിസേയരുടെയും രീതികളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവരിങ്ങനെ വലിയ വലിയ നിയമങ്ങൾ, നമുക്കറിയാം 613 നിയമങ്ങളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ 10 കൽപ്പനകളുടെ വകഭേദങ്ങളും വ്യാഖ്യാനങ്ങളും ഉപനിയമങ്ങളും ഒക്കെ ആയിട്ട് അത് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ പഠിപ്പിച്ച് കൂട്ടുമ്പോൾ ഈ നിയമങ്ങളെല്ലാം പാലിച്ച് ജീവിക്കണമെന്ന് പറയുന്നവർ നിയമം പാലിക്കാറില്ല. ഒരു ചെറു വിരൽ കൊണ്ട് പോലും ആ നിയമം പാലിക്കാൻ വേണ്ടി ഇവരെ സഹായിക്കാറുമില്ല. നിയമനിഷ്ഠ കൊണ്ട് ഭാരം കൂടുതൽ നൽകിക്കൊണ്ട് മനുഷ്യനെ ക്ലേശത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി മാത്രമേ ഇവർ ശ്രമിച്ചിരുന്നുള്ളതാണ് സത്യം. എന്നാൽ അതിന് സമാനമായിട്ടുള്ള രീതികൾ നമുക്ക് രാഷ്ട്രത്തിൻ്റെ പശ്ചാത്തലത്തിലും മതത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇന്നും കാണാനായിട്ട് സാധിക്കും. നമ്മളതിലേക്ക് വിശദീകരിച്ച് പോകുന്നതിന് നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. പക്ഷേ ഈശോ ഇതിന് ഒരു കൃത്യമായൊരു ഉപദേശം നൽകുന്നുണ്ട്. ഇവരിങ്ങനെ മന്ത്രപ്പട്ടകളുടെ വീതിയും തൊങ്ങലുകളുടെ നീളവും ഒക്കെ വർദ്ധിപ്പിക്കുന്നു. അതൊക്കെ ഇങ്ങനെ അവർ ശ്രേഷ്ഠരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നിയമനിഷ്ഠയുടെ പ്രതീകമായ മന്ത്രപ്പട്ടയും തൊങ്ങലുകളുമൊക്കെ നീളം കൂട്ടിയും വീതി കൂട്ടിയും ഒക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണെന്ന് കാണിക്കുന്നു. എന്നാൽ അവർ നിയമം പാലിക്കുന്നില്ല താനും. അവരിങ്ങനെ വലിയ അഭിസംബോധനകളും അഭിവാദ്യങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നു. അബ്ബി എന്ന വിളിയും പിതാവ് എന്ന വിളിയും ഗുരു യജമാനൻ എന്ന വിളിയും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വിളി കേൾക്കാനുള്ള ക്വാളിറ്റി അവർക്കുണ്ടോ എന്ന് ഈശോ ചോദിക്കുകയാണ്. അതിനിടയിൽ ഈശോ പറയുന്നൊരു വാക്യം 23-ാം അധ്യായത്തിലെ 3-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവൻ, എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ അനുസരിക്കണം, പക്ഷേ അനുകരിക്കരുത്. നമ്മളിങ്ങനെ പലപ്പോഴും ആത്മായരൊക്കെ ചിന്തിക്കുന്നൊരു വസ്തുതയുണ്ട്. ഈ ഇന്ന വൈദികൻ ഇത് കണക്കാണ്, അപ്പോൾ ഈ വൈദികൻ ഇങ്ങനെയാണെങ്കിൽ മിക്ക വൈദികരും ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ഇവർ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഇവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ അവർക്കെതിരെയുള്ള നീക്കങ്ങൾ. അപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ഈശോ പറയുക, ഓക്കെ, നിങ്ങൾക്കറിയാം അവരുടെ പിഴവുകൾ, അവരുടെ കുറവുകൾ, അവരുടെ തിന്മകൾ നിങ്ങൾക്കറിയാം. അവരെ നിങ്ങൾ എന്തിനാണ് അനുകരിക്കരുത്, പക്ഷേ അനുസരിക്കണം. കാരണം അവർ മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു എന്ന് പറയുന്ന ആ നിയമജ്ഞരെയും ഫരിസേയരെയും കുറിച്ച് ഈശോ പറയുമ്പോൾ അതിന് സമാനമായിട്ട് ദൈവം നിങ്ങളെ നിയോഗിക്കാൻ വേണ്ടി ദൗത്യമേൽപ്പിച്ച വൈദികരെയും സമർപ്പിതരെയും, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ നമ്മളുടെ ഉടമസ്ഥനെ, നമ്മുടെ മുതലാളിയെയും, നമ്മുടെ ആ ഒരു ബോസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പം വിദ്യാർത്ഥികളാണെങ്കിലും അധ്യാപകരെയും, ഇവരുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ചിലപ്പോൾ യാതൊരു ക്വാളിറ്റിയും കാണത്തില്ല. അതുകൊണ്ട് അവരെ അനുകരിക്കാൻ പാടില്ല. പക്ഷേ അവർ പറയുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങളുണ്ടെങ്കിൽ അവരിലൂടെ ദൈവം സംസാരിക്കുന്നു മനസ്സിലാക്കിയവരുടെ അവരെ അനുസരിക്കണം എന്ന് ഈശോ വളരെ വ്യക്തമായിട്ടും പറയുന്നത് ഇങ്ങനെയാണ്: അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവൻ, എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അപ്പോൾ അനുകരിക്കാൻ കൊള്ളാവുന്ന പ്രവൃത്തികൾ അവർക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അനുകരിക്കണ്ട. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളിൽ വചനമുണ്ട്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം അത് തള്ളിക്കളഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. അത് അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. അവരെ അനുകരിക്കാൻ നിൽക്കേണ്ട, അവരെ വിട്ടുകളാം. അവരൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്, അതൊരു ടൂള് മാത്രമാണ്, ദൈവത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. ദൈവം അവരെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന ടൂള് ചിലപ്പോൾ കൊള്ളത്തില്ലായിരിക്കാം, പക്ഷേ ആ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നന്നാക്കാൻ ദൈവം ഇടപെടുമ്പോൾ അത് വേണ്ടാന്ന് നമ്മൾ വെക്കരുത്. ദൈവത്തിൻ്റെ ഇടപെടലുകളെ ആ വ്യക്തിയിലൂടെ നമ്മൾ സ്വീകരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ടും ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ ഒരു വാക്യം ഈശോ പറയുമ്പോൾ നിനക്കൊരു യുണീക്നെസ്, നിനക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കട്ടെ. അതായത് നിന്നോട് ദൈവം ഈ കാര്യം പറയുമ്പോൾ ആര് വഴിയാണോ പറഞ്ഞത് അയാളുടെ കാര്യം നീ നോക്കണ്ട, മറിച്ച് നിനക്കെടുക്കാവുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് നീ ഒരു പുതിയ തിരുത്തലിൻ്റെ മനുഷ്യനായി മാറുക. ഗാന്ധിക്ക് പറയുന്ന പോലെ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ് ബി ദാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നിനക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഞാൻ ഉൾപ്പെടെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ
മാറിക്കാണണമെന്ന് നീ ആഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നോട് എന്നിലൂടെ സംസാരിക്കുന്ന ദൈവം പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മാറുകയും ചെയ്യുക. ഇത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എന്നോട് സംസാരിക്കുന്ന വ്യക്തികളെയൊക്കെ അവലോകനം ചെയ്തിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് അവർ പറയുന്ന കാര്യം ഞാൻ കേൾക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ആർക്കാ നഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ നഷ്ടം. മറിച്ച് അവരെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവർ പറഞ്ഞ കാര്യം അത് ദൈവം അവരിലൂടെ എന്നോട് സംസാരിച്ചതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ആ ഒരു തുറവി നമുക്കുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും, നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ തപസ്കാരത്തിൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ്: നിൻ്റെ മുൻപിൽ അനേകർ നിന്നെ വഴി നടത്താൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായി കടന്നു വരും. അപ്പോൾ അവരെയൊക്കെ അവരുടെ വ്യക്തി എന്ന ക്വാളിറ്റി നോക്കിക്കൊണ്ട് അതളന്നിട്ട് അവരിൽ നിന്നും കാര്യങ്ങൾ സ്വീകരിക്കാമെന്ന് ശ്രമിക്കാതെ, അവരെന്തോ ആയിക്കോട്ടെ അവരിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം തിരുത്തി ദൈവത്തിന് യോജിച്ച മനുഷ്യനായി മാറാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഈ വചനം നമ്മൾ ഓർപ്പിക്കുക. മത്തായി 23-ാം വാക്യം: അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം. അവരെ അനുകരിക്കണ്ട. സെക്കൻഡറി ആയ കാര്യമാണ്. രണ്ടാമത് പറയുന്ന കാര്യമാണ് അവരെ അനുകരിക്കണ്ട. പക്ഷെ ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതൊരു വളരെ വ്യക്തമായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടും. നമ്മളിങ്ങനെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് തള്ളിപ്പറയുന്നൊരു കാര്യമായത്. ചിലപ്പോൾ നമ്മുടെ ഒരു ഇടവകയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു വികാരിച്ചൻ കാണാം. ആ വികാരിച്ചിൻ്റെ കുറവുകളും പിഴവുകളും കുറ്റങ്ങളും എല്ലാം നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് അയാളൊരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷേ അയാളിലൂടെ കഴിഞ്ഞ ഞായറാഴ്ച ദൈവം നിന്നോട് എന്താ സംസാരിച്ചത്? അത് നീ ഉൾക്കൊള്ളാനുള്ളതാണ്. അതനുസരിക്കുക, അനുഷ്ഠിക്കുക. അയാളെ നീ അനുകരിക്കുകയോ അയാളെ നോക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഈശോ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരിക. നമ്മളിങ്ങനെ അവരുടെ ക്വാളിറ്റി നോക്കിക്കൊണ്ട് തിരുവചനം സ്വീകരിക്കാനും ക്രിസ്ത്യാനിയായി ജീവിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ ഇന്ന് വൈകിട്ട് റോഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ കാർ ഓടിച്ച് വരുന്ന സമയത്ത് ഒരു സെക്റ്റ്, എംബ്രോയിഡറി മാനുവൽ എന്നൊക്കെ പറയുന്ന സെക്റ്റ്, ആ സെക്റ്റിലെ കുറേ മനുഷ്യർ ഇന്നിങ്ങനെ പ്രസംഗിക്കുകയാണ്. ഓരോരോ പ്രസംഗിക്കാൻ കുറച്ചേരം വണ്ടി നിർത്തി ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാണും. പക്ഷേ കത്തോലിക്ക സഭയ്ക്ക് നിരക്കുന്നൊരു സംഭവമല്ല. പ്രോട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സമൂഹങ്ങളെക്കാൾ അപകടകരമായ ഒരു ഇടപെടൽ, ഒരു വൈശാചികമായ ഇടപെടൽ എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും ചില സെക്റ്റുകളെ കാണുന്നത്. അതുപോലെ ആ സെക്റ്റുകളുടെ ഗണത്തിൽ പെടുന്ന ഒന്നായിട്ടാണ് എംബ്രോയിഡറി മാനുവൽ നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ അത് സ്വീകരിക്കണ്ടയോ എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ സഭ പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ സെക്റ്റുകളിലേക്ക് പോകാതെ കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനായിട്ടാണ് സഭ ആവശ്യപ്പെടുന്നത്. എന്താണെങ്കിലും ഞാൻ ആ വണ്ടി നിർത്തി ഇങ്ങനെ കുറച്ച് നേരം ഇത് കേട്ടോണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ല അടുപ്പവും പരിചയമുള്ള കാറ്റഗിസത്തിലേക്ക് വന്നിരുന്ന നല്ല ക്വാളിറ്റിയുള്ളൊരു പെൺകുട്ടി, അവൾ കുടുംബമായിട്ട് നല്ലൊരു പയ്യനെ വിവാഹം കഴിച്ച് 2 മക്കളുമൊക്കെ ആയിട്ട് ജീവിക്കുന്നൊരു പെൺകുട്ടി. പക്ഷേ ഞാനിങ്ങനെ നോക്കുമ്പോൾ അവൾ ഇതിനകത്ത് ഇങ്ങനെ പെട്ടി നിൽക്കുക. അവൾ അതിൻ്റെ ലീഫ്ലെറ്റ് വിതരണം ചെയ്തു. ഉണ്ടെത്തുന്ന ലീഫ്ലെറ്റ് വിതരണം ചെയ്തു. ഞാനിങ്ങനെ വായിച്ചിട്ട് നീയോ എന്ന് പറഞ്ഞ് നിൽക്കുക. എനിക്കറിഞ്ഞൂടാ, ഒരു പക്ഷേ അവൾക്ക് പരിചയമുള്ള, ഞാനുൾപ്പെടെയുള്ള അവൾക്ക് പരിചയമുള്ള വൈദികരെയോ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് അവരുടെ ക്വാളിറ്റി നോക്കിയിട്ട് അവർക്ക് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വേറൊരു ഗ്രൂപ്പിലേക്ക് കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് പോയത്. എനിക്കറിഞ്ഞൂടാ എന്താ കാരണം എന്ന് പറഞ്ഞൂടാ, കാരണമൊക്കെ പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുള്ള മറുപടി നോക്കേണ്ടതാണ്. ഞാൻ പുരോഹിതന്മാരെയോ സമർപ്പിതരെയോ കത്തോലിക്ക വിശ്വാസം പാപ്പ തൊട്ട് താഴെ വരെയുള്ള ഒരാളെയും നോക്കേണ്ട ആവശ്യമില്ല. അവരിലൂടെ സംസാരിക്കുന്ന ഈശോയുടെ വചനത്തെ അവർ പരികർമ്മം ചെയ്യുമ്പോൾ നമ്മളുടെ നേരെ വെച്ച് നീട്ടപ്പെടുന്ന ദിവ്യകാരുണ്യത്തെ, ആ ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധ അമ്മയെ, 7 കുദാശകളെ, കത്തോലിക്ക തിരുസഭയെ, അവരിലേക്ക് ഈ വിശ്വാസത്തിൽ നമ്മളെ അടിയുറച്ച് നിൽക്കുവാനായിട്ട് സഹായിക്കുന്ന കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരെ, ഇവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത്. അതൊക്കെയാണ് നമ്മൾ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബാക്കി ആളുകളെല്ലാം വിട്ടുകളയുക എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ഇടപെടലുകൾ ആരിലൂടെ ഉണ്ടായാലും അത് സ്വീകരിക്കുക, അതിൻ്റെ ക്വാളിറ്റി നോക്കാതിരിക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. അപ്പോൾ നമുക്ക് കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല വചനഭാഗമാണിത്. ദൈവം ഇടപെടുന്ന വചനത്തിൻ്റെയും കൂദാശയുടെയും തിരുസഭയുടെയും ശക്തമായ ഇടപെടലുകളെ സ്വീകരിച്ചുകൊണ്ട് വ്യക്തികളെ നോക്കാതെ ദൈവത്തെ നോക്കിക്കൊണ്ട് നീങ്ങാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.